അപ്പോൾ മിനിഞ്ഞാന്ന് നമ്മൾ ചക്കയിടാൻ പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മളെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ, നമ്മുടെ കൊച്ചു ചാനലിൽ. അപ്പോൾ ചക്കയൊക്കെ കിട്ടി. ചക്ക എന്ത് ചെയ്തു നിങ്ങൾ ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു നമ്മുടെ ചിറ്റൂസ് വ്ളോഗൊക്കെ കൊണ്ട് തമ്പുരു ചക്ക കൂട്ടാൻ ഉണ്ടാക്കുമോ എന്നൊക്കെ. അപ്പോൾ നമ്മളെന്താ ചക്ക കൊണ്ട് ചെയ്തെങ്കിൽ കാണാം കേട്ടോ. കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ പ്ലാവുണ്ട്, ചക്കയുണ്ടായിമേ, പക്ഷെ ഒക്കെ ആകാശത്താണ്. എന്നാൽ ഈ ചക്ക കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിൽ ഇടുന്നത്. കാരണം നിരവധി ചക്ക ഉള്ളൊരു പ്ലാവാണത്. ആ പ്ലാവാണെന്ന് കിട്ടിയ നമ്മുടെ ചക്ക നിരവധി ഇഷ്ടമായി ചക്ക ഉണ്ട്. നമ്മൾ ചക്ക കൂട്ടാനൊന്നുമില്ല വീട്ടുകാരെ വെച്ചത്. നമ്മളത് രണ്ടാമത്തെ ദിവസം ഇപ്പം മിനിഞ്ഞാന്ന് അങ്ങോട്ട് ഇട്ടതാണ് ഞാൻ. ഇന്നലെ ദിവസം അവിടെ വെച്ചു. ഇന്നത്തെ ദിവസത്തൊക്കെ നമ്മൾ ചക്കനും പഴുത്ത് കേട്ടോ. നല്ലോണം പഴുത്ത് ബിളി ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം കഴിക്കാൻ മാത്രമുള്ള ഒരു പഴുപ്പാണ്. നമ്മളൊന്ന് ചക്കൊക്കെ മുറിച്ച് തിന്നാൻ പോവാണ് കേട്ടോ. ചക്ക വെട്ടലൊക്കെ നമുക്കൊക്കെ പഠിച്ചിട്ടൊക്കെ അങ്ങനെ ചക്ക മുറിച്ച് ആദ്യമായിട്ടാണ് കറക്റ്റായിട്ട് ചക്ക വെട്ടി കിട്ടിയത്. അല്ലെങ്കിൽ ഒരു വെട്ടിട്ടുമ്പോഴേക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആവും. ഈ ഒരു കത്തി കൊണ്ട് മുറിച്ചപ്പോൾ കറക്റ്റഡായിട്ടോ. എന്താ അധികം വലിപ്പമില്ലാത്ത ചക്ക ആയതുകൊണ്ട് കുഴപ്പമില്ല. ചില ആൾക്കാർ ചക്ക കോടാലി കൊണ്ടൊക്കെ വെട്ടുന്നവരൊക്കെ ഉണ്ടല്ലേ, കഷ്ണമൊക്കെ ആക്കാൻ വേണ്ടി അപ്പുറത്തും ഇപ്പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു മുറി നമ്മൾ തിന്നാനെടുത്ത് തന്നത് 2 കഷ്ണം ഇപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ ഒന്നിപ്പോൾ ഞാൻ മുറിക്കാത്തൊരു ഭാഗം ഉണ്ടല്ലോ, അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടനും അച്ഛനും മാത്രം കിട്ടിയില്ല, അപ്പോൾ അവരിപ്പോൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചക്ക തിന്നാൻ പൂതി ഉണ്ടാവുക പ്രവാസികൾക്കാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ നാടും നമ്മുടെ എല്ലാതും ഉപേക്ഷിച്ചിട്ടാണ് അവരവിടെ പോയിരിക്കണത്. കാരണം കഷ്ടപ്പാടിൻ്റെത് കഷ്ടപ്പാട് നമ്മൾ പരിഗണിക്കണം. ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ചക്കക്കാലായ അവരിങ്ങനെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ പെരയിലൊക്കെ പണ്ട് ചക്ക നീന്നത് കൂടി ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇപ്പോൾ ചക്ക തിന്നാനൊക്കെ ഏറെ പൂതിയുണ്ടാവും. ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചക്ക കിട്ടും, നമ്മൾ എവിടെയെങ്കിലും കിട്ടിയാലേ നമുക്കത് കിട്ടുള്ളൂ. ഓർക്കാൻ അതില്ലല്ലോ. പക്ഷേ ഈ സംഭവമൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ വാങ്ങാൻ കിട്ടുന്ന പോലെയല്ലല്ലോ. നമ്മളെ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ചക്ക ഉണ്ടെങ്കിൽ അങ്ങനെ ചക്ക കൂട്ടാണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തിന്നുമ്പോൾ അതൊന്ന് വേറെ ഇത് തന്നെയല്ലേ. അപ്പോൾ അവരിപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ മിസ് ചെയ്യുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഈ ചക്കക്കാലാവുമ്പോൾ. അപ്പം നമ്മൾ ഈ ചക്ക നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം നല്ല കട്ട മധുരമില്ല. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ മധുരത്തിന് കുറച്ച് കമ്മിയുണ്ട്. നല്ലോണം വെള്ളമൊക്കെ തട്ടിയിട്ട് ഞാനിപ്പോൾ ഇത് പോയിട്ടില്ല പറിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും കിളി കൊത്തിയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇത് താഴത്തുള്ള ആകെ 2 ചക്ക ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മേലെയാണ്, ഏറ്റവും മേലെയാണ് ചക്ക. നമുക്കൊക്കെ ചക്ക കൂട്ടാനും ചക്കേൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ ആകാശത്താണ് ചക്കയൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അത്രയും മേലെയാണ് ചക്ക. ചീഞ്ഞ് അങ്ങനെ ചാടണുണ്ട്. ചക്കക്കുരുവൊക്കെ മുളയ്ക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെന്ന് നോക്കിയപ്പം ഇഷ്ടമാതിരി ചക്ക ചീഞ്ഞ് ചാടിയിട്ടുണ്ട്. നമുക്ക് ചക്ക അല്ലാന്ന് നമ്മളറിയില്ല, നമുക്ക് ഇഷ്ടമാതിരി ചക്ക ഉണ്ട്, പക്ഷെ കിട്ടുന്നിടത്തല്ല കേട്ടോ. ഞാൻ എന്താട്ടി ഒരു മുറി അപ്പുറത്തെ വീട്ടിലവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്നവർ ഇല്ല അല്ലാത്തവരാരും ആയിട്ടുണ്ടാവില്ലല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ചക്ക കൂട്ടാനൊക്കെ പ്രാവശ്യം നന്നായിട്ട് വെച്ചവരൊക്കെ ഉണ്ടാവില്ലേ. ഒരുപക്ഷെ ചക്ക കിട്ടാത്തവരുണ്ടായിരിക്കും നമ്മളെ വീഡിയോ കാണുന്നവരാരെങ്കിലുമൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ നേരമൊക്കെ അവർക്കും ചക്ക കിട്ടട്ടെ. കാരണം ചക്ക എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണല്ലേ. ചക്ക കൊണ്ട് ഒരുപാട് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ചക്കക്കാലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചക്കട, ചക്കപ്പം അതൊക്കെ ഒരു തന്നെയാണല്ലോ അല്ലേ. വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് ചക്കടയും ചക്കപ്പൊക്കെ ഉണ്ടാക്കാം. 4 മണിക്കടയിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചക്കയും പൂളയും മാങ്ങയും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. കാരണം മഴക്കാലത്തൊക്കെ ഒരു മാങ്ങ പഴുത്തത് ഉണക്കിയാലും മാങ്ങ പച്ച ഉണക്കലൊക്കെ ഉണ്ട്, ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ ഒരു കാലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും അറിയാമോ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടികളായ സമയത്താണ് കേട്ടോ. നമ്മുടെ മലപ്പുറം ലീലത്താത്തനെ കൂടുന്ന വീട്ടിൽ അവിടെ കുറേ ഇതുണ്ടായിരുന്നു മാങ്ങ. അങ്ങനെ കോമാങ്ങാണ്ട് അതൊക്കെ പറിച്ച് ഉണക്കി ഒരു ചാക്കിലാക്കി വെക്കും കേട്ടോ. എൻ്റെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എടുത്തിങ്ങനെ തരും ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ എടുത്ത് തരുമോ ചാക്കിന്ന് ഇങ്ങനെ ഇഷ്ടമാതിരിയായിരുന്നു അത് കേട്ടോ. ഇപ്പോൾ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പോലും ചെയ്യാറില്ല അതൊന്നും. ഇപ്പോൾ ചക്ക കൊണ്ട് തന്നെ ചക്ക കൊണ്ടാട്ടം, ചക്ക ഉണക്കൽ, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ചക്ക കൊണ്ട്, ചക്കക്കുരു കൊണ്ട്. ഞങ്ങൾക്ക് ചക്ക ഉണ്ടായ സമയത്ത് അവിടെ
അവിടെ ഇപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലെ ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണല്ലോ, ആദ്യത്തെ വീട്ടിലാകുമ്പോൾ ചക്ക ചീഞ്ഞത് അടിയെല്ലാം കൊണ്ട് എടുക്കൂട്ടോ, നല്ല ഭാഗമൊക്കെ മുറിച്ചെടുത്തിട്ട് കുക്കറിൽ വേവിച്ച് ചക്കട, ചക്കപ്പായസം, ചക്കപ്പം എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ കുറേ ചീഞ്ഞ് ചാടി പോയി. ഇപ്പം ആരും ഇപ്പം അങ്ങനെ ചെന്ന് നോക്കാത്തതുകൊണ്ടേ താഴത്തൊടിക്കടെ ഇറങ്ങാൻ വയ്യ, മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വീട് നിന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വഴി കൂടെ ഇറങ്ങാൻ പറ്റില്ല, പിന്നെ അപ്പുറത്ത് കൂടെ പോകണം, തറവാടിൻ്റെ കയ്യിൽ പോകണം. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കാട്ടിക്കൂടൊക്കെ പോകാനൊക്കെ അച്ഛനായതുകൊണ്ട് ഞങ്ങൾ ആരും കൊണ്ട് പോകാറില്ല. പക്ഷേ ഇത് ഞാൻ ചക്ക താഴത്ത് രണ്ടെണ്ണം കണ്ടിരുന്നു, തൊട്ട് മുന്നേ ഞാൻ അവിടെ ചക്ക പറിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനവിടെ കണ്ടിരുന്നു ചക്ക, അപ്പം ഞാനത് ഇടാൻ വേണ്ടി പോയതായിരുന്നു അന്ന്, ചക്ക ഇടാൻ വേണ്ടിയിട്ട് തന്നെ പോയി. അപ്പോൾ നല്ല വരിക്ക ചക്കയും ഇതൊക്കെ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ചക്ക ഉള്ള ആൾക്കാർ, ഇല്ലാത്തവർക്ക് ചീഞ്ഞളിഞ്ഞ് പോവുകയാണെങ്കിൽ എടുത്തുനിന്ന് കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടമുള്ളവരൊന്നും ഇട്ട് പോകാൻ പറയണം കേട്ടോ. നമുക്കില്ലെങ്കിലും നമുക്കുണ്ടായാലും നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുക. എല്ലാവർക്കും വേണ്ട ചക്ക തിന്നാൻ പോയി. ചില ആൾക്കാരൊക്കെ ചക്ക ഉണ്ടെങ്കിൽ പോലും കൊടുക്കാത്തവരുണ്ട് കേട്ടോ. ചിലപ്പോൾ വിൽക്കും, ചക്ക നാട്ടിലുള്ളവർക്കും കൊടുത്തില്ലെങ്കിലും വിൽക്കണവരുണ്ട്. ചക്ക വിൽക്കണമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ 4-5 ഒക്കെ കിട്ടാത്തവർക്കൊക്കെ അയൽവാസികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊരു സന്തോഷം തന്നെയല്ലേ. ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചക്ക ഒരു ചക്ക ഇട്ടാൽ കൂട്ടാനൊക്കെ അങ്ങോട്ട് കൂട്ടാണ്ട് ഒരു ചക്ക ഇട്ടാൽ തന്നെ 4 കൊടുത്തും കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചക്കയ്ക്ക് വലിയ കുഴപ്പമില്ല, ചക്കയൊക്കെ കിട്ടാറുണ്ട്. നമ്മളവിടെ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം, കൊച്ചു വീഡിയോ. തൊട്ട അയൽവക്കത്തേക്ക് നമ്മൾ ചക്ക കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാൽ അവിടുത്തെ കാക്കൂനാണെങ്കിൽ ചക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കാക്കു പ്രവാസിയാണ്, കാക്കു ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ലീവിന്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആദ്യം. അപ്പോൾ ചക്കേനെ കിട്ടിയപ്പോൾ പഴുത്തപ്പോൾ വേഗം കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാരണം ചക്ക കിട്ടാത്തവർക്കാണത് ഏറ്റവും വലിയ ഇഷ്ടമുണ്ടാവുക. ചക്ക പണ്ടേ തിന്ന് ആൾക്കാർക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതിപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ കാക്കുന് ചക്ക കൂട്ടാനും ചക്ക പഴുത്തതൊക്കെ കുറേ കിട്ടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ദിവസം അവിടെ പഴഞ്ചക്കയാണെങ്കിൽ പോലും അവിടെ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പഴുത്തി നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ നമുക്കൊരു പഴഞ്ചക്ക വേണമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് പഴഞ്ചക്ക ആയാലും എന്തായാലും അമ്മ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം പഴഞ്ചക്കയാണ്, അതിനെന്താ കുഴപ്പമില്ല പഴഞ്ചക്ക ഉണ്ട് തന്നിട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, സമാപിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മളെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ പേജ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ കൊച്ചു ചാനലാണ്, ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ കൊച്ചു ചാനൽ. അപ്പം നല്ല മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വരുമെന്ന പ്രതീക്ഷയിൽ മറ്റൊരു ദിവസം നല്ലൊരു കണ്ടൻറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്തെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ മുത്തുമണി മാണിക്കക്കല്ല് ആൾക്കൊക്കെ, കാരണം മലപ്പുറത്തിൻ്റെ പുറത്തുനിന്ന് ജില്ലകളിൽ നിന്നൊക്കെ പല ആൾക്കാരും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രമാണ് കേട്ടോ. നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.